കഴിഞ്ഞ ദിവസമാണ് കൊല്ലം മേയർ ഹണി ബെഞ്ചമിന്റെ വീടിന് സമീപത്തെത്തി ഒരാൾ ഭീഷണിപ്പെടുത്തുകയും കത്തിയുമായി നടക്കുകയും ചെയ്തത്. ഈ വിവരം മേയറെ അറിയിക്കുകയായിരുന്നു പ്രദേശത്തുള്ളവർ മറ്റും. പ്രദേശത്തെത്തി മേയറുടെ വീട് എവിടെയെന്ന് തിരക്കുകയായിരുന്നു ചെയ്തത്. അയാളുടെ ഒരു പ്രതികരണത്തിലും അയാളുടെ ഈ വിവരങ്ങൾ അന്വേഷിച്ചതിലും ഒരു അസ്വാഭാവികത തോന്നിയ നാട്ടുകാരാണ് ഈ വിവരം മേയറെ അറിയിക്കുന്നത്. ഈ വിവരം എന്താണെന്ന് മേയർ തന്നെ പറയുന്നു. മേയർ എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ 7:15 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ മത്സ്യം വിൽക്കുന്ന ആ പ്രദേശത്തൊക്കെ മത്സ്യം വിൽക്കുന്ന റോസമ്മയുണ്ട്. ഞാനവിടെ കൗൺസിലറായിരിക്കുമ്പോഴേ റോസമ്മയായിട്ട് നല്ല അറിയാവുന്നതാണ്. അപ്പം റോസമ്മ വീട്ടിൽ മത്സ്യം വിൽക്കാനെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തിടുക്കത്തിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് റോസമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു മേയറെ തിരക്കി ഒരാൾ വന്നു, അയാളുടെ കയ്യിൽ കത്തിയുണ്ട്, എനിക്കെന്തോ പന്തികേട് തോന്നുന്നു, മേയറുടെ വീട് തിരക്കുന്നു, വിളപ്പുറത്തുനിന്നുമൊക്കെ അയാൾ വരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. മേയർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കത്തിയും കൊണ്ട് ഇയാളെ തിരക്കി കിടക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്ക് അപ്പോഴും അത്ര വലിയ ഇതൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് വിട്ടേരെ, നമുക്ക് ആരാ ശത്രു, അതിനകത്തൊന്നും കാര്യമില്ല, മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് പതിവ് പോലെ IMLൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോയിട്ട് ഞാൻ മങ്ങാട് ഒരു പരിപാടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ഹസ്ബൻഡിൻ്റെ ഫോൺ വരുന്നു. പിന്നെ ബ്രദറിനെ വിളിച്ച് വൈദ്യശാലയിൽ ബിജു എന്ന് പറഞ്ഞ ചായക്കട വിളിക്കുന്ന ബിജു പറഞ്ഞു, ഇങ്ങനെ ഒരാളവിടെ ചെല്ലുന്നു, മേയറെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നു, അതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രദർ വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ വീട്ടിൽ വന്ന് പറയാൻ കാര്യം, രാവിലെ മത്സ്യം വെക്കുന്ന റോസമ്മ വന്ന് പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ വീണ്ടും ഒരാളും കൂടെ പറഞ്ഞപ്പം വീട്ടിൽ വന്ന് പറഞ്ഞത്. അങ്ങനെ ഹസ്ബൻഡ് വീണ്ടും വിളിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും വിളപ്പുറത്തൊക്കെ ചെന്നെന്നും പറഞ്ഞ് ഫോൺ വന്നപ്പോഴാണ് ഞാനെങ്കിൽ ആ 2 പരിപാടിയും കഴിഞ്ഞിട്ട് നേരെ അങ്ങ് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം ഗേറ്റും അടച്ച് വീടും പൂട്ടിയൊക്കെ അകത്ത് ഹസ്ബൻഡും മോളും ഇരിക്കുന്നു. അപ്പോൾ അവർ ശരിക്കും ഈ പലരും വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാൻ കാര്യം തിരക്കിയപ്പോൾ അവർ പറഞ്ഞു, ഇന്നതാണ് കാര്യമൊന്നും. ഞാൻ അപ്പം തന്നെ വണ്ടി ഓടിക്കുന്ന ചേട്ടനോട് പറഞ്ഞു, നമുക്ക് വൈദ്യശാലയിൽ പോയി ഇതൊന്നും ബിജുവിൻ്റെ കടയിലൊന്ന് തിരക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബിജുവിൻ്റെ കടയിൽ ചെന്ന് തിരക്കിയപ്പോൾ ബിജു പറഞ്ഞ് വന്നപ്പോഴേ അവന് തല്ലു കൊടുക്കണമെന്ന് തോന്നി, പക്ഷേ ഇവിടെ നിന്നവരൊക്കെ പറഞ്ഞ് പോട്ടെ, മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്തൊക്കെ ഞാൻ പറഞ്ഞു, ബിജു എന്താണ് അയാൾ പറയുന്നത്? അപ്പോൾ ബിജു ഞാൻ ചെല്ലുമ്പോൾ കടയിലില്ല, ബിജുവിൻ്റെ വൈഫാണ് ഉണ്ടായിരുന്നത്. ചേച്ചി പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് ബിജുവിനെ. അപ്പം ബിജു ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇങ്ങനെ വന്നു, അയാൾ വെള്ളം വാങ്ങിച്ചു. വെള്ളം കുറച്ച് നടന്നു കുടിച്ചിട്ട് ചന്തയുടെ മുമ്പിലെത്തിയിട്ട് തലയിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഓട്ടോയിൽ കയറി, ശോഭനൻ എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കയറി പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ശോഭനയാണ് അശ്വതി ബാറിൻ്റെ അടുത്ത് ഇയാൾ എന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരൊക്കെ അപ്പോൾ തന്നെ ഞാൻ SP വിളിച്ച് SP ഇതെല്ലാം ഒന്ന് വിഷ്വലൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പിറകെ പോയില്ല. പിന്നെയും വൈകിട്ട് ഓരോരുത്തർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വിളിച്ചപ്പോഴാണ് പിന്നെ ഞാൻ വീണ്ടും SIയെ വിളിച്ചു. SI ആ വിഷ്വൽ ഇട്ടു വന്നപ്പോൾ എനിക്ക് അയാളെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ബിജു ഇങ്ങനെ പറഞ്ഞായിരുന്നു, അയാളെ കയ്യിൽ റിങ്ങുണ്ട്, കഴുത്തി മാലയുണ്ട്. അപ്പം എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു എന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ മയ്യനാടുള്ളയാണ്, ജഡ്ജിയുടെ സഹോദരിയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ വീടിൻ്റെ അടുത്തുള്ള അമ്പിയും ഓമനക്കുട്ടനും പറഞ്ഞു, ഇന്നലെ വീടിൻ്റെ മുമ്പിൽ കൂടെ അയാൾ പോയെന്ന്. നമ്മുടെ വീട്ടിൽ അപ്പം വീട് തിരക്കി വന്ന ആൾ വീട്ടിൽ വരണ്ടേ, വീട്ടിലും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു അസ്വാഭാവികത എനിക്കും തോന്നി. പക്ഷേ പോലീസ് നന്നായിട്ട്, SP നന്നായിട്ട് ഇത് താഴോട്ട് അറിയിച്ചു. ACP ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ വന്നു. SI സരസ്വതി മാഡം വന്നിരുന്ന് എൻ്റെ മൊഴിയെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് അവിടെ തന്നെ നിരീക്ഷണത്തിനുണ്ട്. ഇന്നും പോലീസ്, ഞാൻ ഇറങ്ങുന്നത് വരെയും പോലീസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇത്തരമൊരു സംഭവം ആദ്യമായിട്ടൊരു സംഭവം ആന്നാന്ന്, തീർച്ചയായിട്ടും ആദ്യമായിട്ടൊരു സംഭവം. പിന്നെ എനിക്ക് ഇത് SP എടുത്ത് പറയണമെന്ന് തോന്നിയത്, ഇതുവരെ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എനിക്കങ്ങനെ ശത്രുക്കളുള്ളതായിട്ട് എനിക്ക് അറിയേയില്ല. അപ്പം അതുകൊണ്ട് SP എടുത്ത് ഇത് അന്വേഷിക്കണം എന്ന് അത് അന്വേഷിക്കണമെന്നല്ല, ഇത് എന്താണോ ഇങ്ങനെ സംഭവിച്ചത്, അയാളുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ഞാൻ പറയും. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ നന്നായിട്ട് SP അതിനകത്ത് നന്നായിട്ട് ഇടപെട്ടു. എനിക്ക് തോന്നുന്നു കേരള പോലീസ് ഇത്രയും നന്നായിട്ട്, പക്ഷേ ഇതുവരെ നമുക്ക് ഈ ആളിൻ്റെ മുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് ഒരു ഇതുള്ളത്. എന്നാലും അത് പോലീസ് അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മേയർക്ക് എന്തെങ്കിലും ഒരു സംശയം, അടുത്തിടെയുണ്ടായ എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മേയർ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾക്കൊരു സാധ്യതയുണ്ടോ? അങ്ങനൊരു സംശയത്തിന് സാധ്യതയില്ല. കോർപ്പറേഷൻ കൗൺസിൽ ഇവിടെ അങ്ങനെ ഒരു സംശയത്തിനോ അങ്ങനെ ഒരു വൈരാഗ്യത്തിനോ ഒരു കത്തിയും കൊണ്ടൊരാൾ വരാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങളൊന്നും കോർപ്പറേഷനിൽ നമ്മളില്ല. പിന്നെ കൗൺസിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയും തീരുമാനിച്ചതനുസരിച്ച് പട്ടണത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് തെരുവ് കച്ചവടത്തെ നിയന്ത്രിക്കണമെന്ന് തീരുമാനമെടുത്തു. അതനുസരിച്ച് പുതിയ കച്ചവടങ്ങൾ പുറത്തുനിന്നൊക്കെ, നമ്മുടെ കോർപ്പറേഷൻ പരിധിയിൽ നിന്നല്ലാത്ത പുറത്തുനിന്ന് വരുന്ന കച്ചവടങ്ങളെയൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പം അതും എനിക്ക് അതിൻ്റെ ഭാഗമാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും വളരെയധികം നന്ദി മാഡം.
കൊല്ലത്തുനിന്നും സുധീഷ്, അമൃത ന്യൂസ്.